നമ്മൾ ധ്യാനിക്കുന്നത് പാപിക്കെവിടെ ഭാവി എന്ന വചന സന്ദേശമാണ്. ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് നല്ല ഭാവി പ്രതീക്ഷിക്കാനാവില്ല. നമ്മളെല്ലാവരും നല്ല ഭാവി ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും അതിനായിട്ട് കാത്തിരിക്കുന്നവരുമാണ്. പക്ഷെ വചനം പറയാണ്, നീ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ നിനക്കൊരു നല്ല ഭാവി പ്രതീക്ഷിക്കാൻ അവകാശമില്ല. ഒരു സ്ത്രീ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഭർത്താവ് അടുത്തുണ്ട്, ഇയാൾ കാരണം എൻ്റെ ഭാവി തൊലഞ്ഞു. അദ്ദേഹം മൗനമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത്, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ഇയാളാണ് ആ ജോലി എന്നെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചത്. പറയുണ്ട് ആ ജോലി നഷ്ടമായി. അദ്ദേഹം പറഞ്ഞത്, നീ എൻ്റെ മക്കളെ നോക്കിയിരുന്നാൽ മതി, അവരെ പരിപാലിച്ചാൽ മതി, നമുക്ക് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ശമ്പളം എനിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിന്റെ ജോലി നിന്റെ ശമ്പളം അതിൻ്റെ ആവശ്യമില്ല, നീ മക്കളെ നോക്കിയാൽ മതി. ഇവർക്ക് 2 മക്കളൊക്കെ ഉണ്ടായി. ഇന്ന് അവരുടെ അവസ്ഥ ഈ സ്ത്രീ പറയുന്നത്, ഈ മനുഷ്യൻ എന്നിട്ട് അവിഹിത ബന്ധമാണ്, അദ്ദേഹത്തിന് വേറൊരു സ്ത്രീയുമായിട്ട് കണക്ഷനാണ്, നീ അവളെയാണ് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം. എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജോലിയും ചെയ്ത് സാമ്പത്തിക ഭദ്രതയിൽ ഈ മനുഷ്യനെ ഇട്ടെറിഞ്ഞിട്ട് ഞാൻ പോയേനെ. എനിക്കിപ്പോൾ അത് ചെയ്യാനും പറ്റത്തില്ല. ഏത് വിധത്തിൽ നോക്കിയാലും എൻ്റെ ഭാവി തൊലച്ചു, അതിനെല്ലാം കാരണക്കാരൻ ഈ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. അവരുടെ ആ ദേഷ്യവും അവരുടെ ആ ഒരു നിരാശയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. അവരുടെ സംസാരത്തിലും അവരുടെ മുഖത്തുമൊക്കെ അത് വെളിപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും നമ്മുടെ ഭാവി തുലയ്ക്കുന്നത് മറ്റുള്ളവരാണോ? മറ്റുള്ളവർ എത്ര പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഭാവി തുലയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനം എടുക്കാം. സുഭാഷിതങ്ങൾ 24:20. സുഭാഷിതങ്ങൾ 24:20 മറക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല, ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തിന്മ ചെയ്യുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ഭാവി പ്രതീക്ഷിക്കാനാവില്ല, അവർക്ക് ഭാവിയില്ല. മാത്രമല്ല, ദുഷ്ടതയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എങ്കിൽ നമ്മുടെ വിളക്ക് അണഞ്ഞു പോകും. അതല്ലേ ഭാവി നഷ്ടമായ ഒരവസ്ഥ, വിളക്ക് അണഞ്ഞു പോകും. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഭാവിക്ക് ഒരു പൊടിക്കൈയായിട്ട് നമുക്ക് കാണാവുന്ന 3 കാര്യങ്ങളാണ്. നല്ല ഭാവി പ്രദാനം ചെയ്യുന്ന 3 പൊടിക്കൈകൾ. ഒന്നാമത്തേതാണ് പാപം ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ചാലും നാം പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ നശിപ്പിക്കാനായിട്ട് അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാവി നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നാം പാപം ചെയ്യാതെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്നിടത്തോളം കാലം. ഏതാനും വചനഭാഗങ്ങൾ ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജോഷുവ 1-ാം അധ്യായം 5 മുതൽ 9 വരെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്താൽ മതി. ജോഷുവയ്ക്ക് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. മോശയെ പോലെ നീയും കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ച് ജീവിക്കണം. അങ്ങനെയെങ്കിൽ നിന്റെ ആയുഷ്കാലത്ത് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ തകർക്കാൻ ആരെല്ലാം നോക്കിയാലും അവർ വിജയിക്കത്തില്ല. ആയുഷ്കാലത്ത് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നിന്റെ എല്ലാ സംരംഭങ്ങളെയും ഞാൻ വിജയിപ്പിക്കും എന്നാണ് ഈ വചനഭാഗത്തിൽ നാം കാണുന്നത്. പറയുണ്ട്, പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ താൽക്കാലികമായ ചില നഷ്ടങ്ങളും ക്ലേശങ്ങളൊക്കെ നമുക്ക് വന്നാലും ദൈവം നമ്മെ പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യും, നമ്മുടെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിക്കും എന്നുള്ള വാഗ്ദാനമാണ് നമുക്കിവിടെ ലഭിക്കുക. പ്രഭാഷകൻ 4-ാം അധ്യായം 28-ാമത്തെ വചനം പറയുന്നത് എന്താ? മരിക്കേണ്ടി വന്നാലും സത്യം വിടരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പൊരുതുമ്പോൾ നമുക്ക് എങ്ങനെ പരാജയപ്പെടാൻ പറ്റും? ജെറമ്യായുടെ പുസ്തകം 20:11 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീരയോദ്ധാവിനെ പോലെ ദൈവം നിന്റെ പക്ഷത്ത് നിന്ന് നിനക്ക് വേണ്ടി പൊരുതും. അതിന് മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വചനം എടുക്കുമ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്തൊരു നിർദ്ദേശം. മോശെ ഇസ്രായേൽ ജനത്തിന് ഈ നിർദ്ദേശം കൊടുക്കുക, നിങ്ങൾ ഭയപ്പെടാതെ, നിരാശപ്പെടാതെ, പരാതി പരിഭവം പറയാതെ വിശ്വാസത്തോടെ ഒന്ന് ശാന്തരായിട്ടിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവരങ്ങനെ ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. വളരെ അത്ഭുതകരമായിട്ടാണ് അവരെ ആ സാഹചര്യത്തിൽ കർത്താവ് രക്ഷിച്ചത്. 2-ാമത്തെ കാര്യമാണ്, വചനം കേട്ട് അതനുസരിച്ചാൽ നമുക്കുണ്ടാകാവുന്ന സുരക്ഷിതത്വവും ജീവിത വിജയവും. കൃത്യമായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജെറമ്യാ 38:20 വചനം, കർത്താവിന്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ നിനക്ക് ശുഭം വരും, എല്ലാം ശുഭമായിരിക്കും, നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. ജെറമ്യാ 7:23 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വരം കേട്ട് അതനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. അവർക്ക് പരാജയം വരത്തില്ല, അവരുടെ ഭാവി ഭാസുരമായിരിക്കും. നിയമാവർത്തനം 28:13 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുമ്പോൾ നിനക്കൊരിക്കലും അധോഗതി വരത്തില്ല. അതിന്
കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ കൽപ്പനകളും പാലിച്ച് നമ്മൾ ജീവിക്കണം. സുഭാഷിതങ്ങൾ 30:5 പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ വചനം കവചമായിട്ട് മാറും, അവർ സുരക്ഷിതരായിരിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അംഗീകരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് വരാം, നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ വരാം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയാണത്, അതെടുത്താൽ അതെനിക്ക് നന്മ വരുത്തും എന്നുള്ളത് നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുക എന്നുള്ളതാണ്. ജെറമ്യായുടെ പുസ്തകം 29:11 വചനം, പുതിയ നിയമത്തിൽ റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് നിന്നെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് പരിണമിപ്പിക്കും, രൂപാന്തരപ്പെടുത്തും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഈ 3 പൊടിക്കൈ എടുത്ത് മുമ്പോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ഭാവി ഭാസുരമായിരിക്കും. ഒരിക്കലും നമുക്ക് അധോഗതി വരില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ പഴിക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് തീരുമാനമെടുത്ത് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. പാപികളായിട്ടുള്ളവർക്ക് പാപബോധവും പശ്ചാത്താപവും ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ, അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.